വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ടേ. വെള്ളാർമലയിൽ നിന്നും ഇന്നീ ദൃശ്യങ്ങൾ മാഞ്ഞു പോയിരിക്കുന്നു. മലയാളത്തിന്റെ നെഞ്ചിലെ നോവായി മാറിയ ഒരു വിദ്യാലയം. ഇരുളിരച്ചെത്തിയ ദുരന്തം മായ്ച്ചു കളഞ്ഞത് ഒരു നാടിനെയാണ്. അവശേഷിച്ചത് വളരെ കുറച്ചുപേർ മാത്രം. ഇന്നവർ അതിജീവനത്തിന്റെ പാതയിലാണ്. ചിന്നിച്ചിതറിയ ഓർമ്മകൾക്ക് മീതെ പൊട്ടാത്ത ധൈര്യത്തിന്റെ കുപ്പിവളകൾ. കണ്ണീരണിഞ്ഞ കണ്ണുകളിൽ ഇന്ന് നാളെയുടെ പ്രതീക്ഷയാണ്. വെളിച്ചത്തിന്റെ ചായത്തിൽ ഇരുണ്ട ഓർമ്മകളെ മായ്ച്ച് ഉലഞ്ഞുപോയ ജീവിതത്തിന്റെ ഇഴകൾ കൂട്ടിക്കെട്ടി ജീവിതത്തിന്റെ വേദിയിൽ അവർ അരങ്ങേറി. ഞങ്ങൾക്ക് ഞങ്ങളുടെ അനുഭവം പുറത്തെത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യമായതുകൊണ്ട് അതായത് സങ്കടം ഇതൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമാണ്. പക്ഷെ ഇപ്പം എല്ലാം സന്തോഷമാണ് അല്ലേ, പ്രതീക്ഷയാണ്. ഇവിടെ എത്തുന്നത് ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട്. ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ചതിന് നല്ല ഹാപ്പിയാണ്. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇവിടെ കളിക്കാൻ. ഇവിടെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വേദി തന്നതിന് നല്ല നന്ദി. ദുരന്തമേൽപ്പിച്ച മുറിവുകൾ നെഞ്ചിലമർത്തി ഇന്നവർ അതിജീവനത്തിന്റെ ചിലങ്കയണിഞ്ഞു. വെള്ളരിമലയുടെ കഥ പറയാൻ. നാളുകളുടെ പ്രതീക്ഷയായ ഈ പ്രതിഭകളെ തളർന്നു പോകാതെ ചേർത്ത് നിർത്തുകയാണ് മലയാളം. അവരുടെ മനസ്സിലുണ്ടായ ഒരു വലിയ മുറിവ് അത് ഉണക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അതോടൊപ്പം തന്നെ അവർ നന്നായിട്ടൊന്ന് സന്തോഷിക്കുക, ചിരിക്കുക, ഉള്ളു തുറന്ന് ചിരിക്കുക. വളരെ സന്തോഷം. ഞാൻ ഒരുപാട് നൃത്തങ്ങൾക്ക് സംഗീതം നൽകിയിട്ടുണ്ട്. പക്ഷേ ഞാൻ സംഗീതം നൽകിയതെല്ലാം ഞാൻ ചിരിച്ചുകൊണ്ടാണ്. പക്ഷേ ഇതിന് സംഗീതം നൽകുമ്പോൾ സത്യത്തിൽ എനിക്ക് കരച്ചിലായിരുന്നു. അവർ ഡാൻസിലെല്ലാം മറന്നു ചെയ്തു എങ്കിലും മനസ്സിൻ്റെ അടിത്തട്ടിൽ ആ വേദന എന്തായാലും ഉണ്ടാവും. അതിജീവനത്തിന്റെ മാത്രമല്ല, നാളെയുടെ പ്രതീക്ഷയിലേക്ക് കൂടിയാണ് ഇവർ ചിലങ്കയണിഞ്ഞ് നടന്നു കയറിയത്. ക്യാമറാമാൻ അനൂപിനൊപ്പം കാർത്തിക മഠത്തിൽ, മാതൃഭൂമി ന്യൂസ്. ആ കുട്ടികൾ ചിരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ചിരിക്കുകയാണ്, സന്തോഷിക്കുകയാണ്, സമാധാനിക്കുകയാണ്. കേരളം മുഴുവൻ ഇന്ന് അവരെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ്. കൂടെ മാതൃഭൂമി ന്യൂസും. ഞങ്ങളുടെ ഇന്നത്തെ സ്റ്റാർ ഓഫ് ദ ഡേ ആരെന്നതിൽ ഒരു സംശയവുമില്ല, അത് വെള്ളാർമലയിലെ ഈ കുരുന്നുകൾ തന്നെയാണ്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അവർക്ക് സ്റ്റാർ ഓഫ് ദ ഡേ പുരസ്കാരം നൽകി ആദരിച്ചു. നമസ്കാരം. നമ്മൾ ഇപ്പോൾ കണ്ട അക്ഷയ നോക്കൂ, മാതൃഭൂമിയുടെ യുവജനോത്സവത്തിലെ കലാരവം എന്ന് പറയുന്നത് അതിലെ ഏറ്റവും സന്തോഷമുള്ള നിമിഷം ഹാപ്പിയോടൊപ്പമാണ്, ഹാപ്പി സ്റ്റാർ ഓഫ് ദ ഡേക്കൊപ്പമാണ്. അത് ഇവിടെ പ്രേക്ഷകരെ മുഴുവൻ ഈ വേദിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടിക്കൊപ്പം ആരാണുള്ളത്? നമ്മള് ഇവരെ കാണുമ്പോൾ തന്നെ ഒരുപക്ഷെ പ്രേക്ഷകരൊക്കെ കണ്ടിട്ടുണ്ടാവും. ആ സ്റ്റോറി പ്ലേ ചെയ്തപ്പം എനിക്ക് തോന്നുന്നില്ല എത്ര പേര് ഹാപ്പി ആയിട്ട് ആ സ്റ്റോറി കണ്ടിട്ടുണ്ടാകും. ഇമോഷണൽ ആയിരിക്കും അല്ലെ, പലതരത്തിലുള്ള വികാരങ്ങൾ കടന്നു പോയിട്ടുണ്ടാവും. അവർ തന്നെയാണ് നമുക്കൊപ്പം ഉള്ളത്. വേറെ ആരുമല്ല. ആരാ മക്കളെ, എവിടെന്നാ നിങ്ങള്? വെള്ളാർമല. അപ്പോൾ നമ്മുടെ ഹാപ്പി സ്റ്റാർ ഓഫ് ദി ഡേ വെള്ളാർമല സ്കൂളിൽ നിന്നുള്ള മിടുക്കി കുട്ടികളാണ്. ഇവിടെ കലോത്സവത്തിന്റെ ഉദ്ഘാടന വേദിയിൽ അവരുടെ കിടിലം പെർഫോമൻസ് നമ്മൾ കണ്ടു. മുഖ്യമന്ത്രി പറഞ്ഞു ഇത് അതിജീവനത്തിന്റെ കൂടി കാഴ്ചയാണെന്ന്. അങ്ങനെ നമ്മുടെ മുഴുവൻ മനസ്സ് കീഴടക്കിയ കുഞ്ഞുങ്ങൾ ഹാപ്പി സ്റ്റാർ ഓഫ് ദി ഡേയുടെ മാതൃഭൂമിയുടെയും ഹാപ്പിയുടെ പുരസ്കാരം, സന്തോഷം, സ്നേഹമൊക്കെ നമ്മൾ കൊടുക്കും എന്നുള്ളതാണ്. നമ്മുടെ മുഴുവൻ സ്നേഹവും നമ്മുടെ മുഴുവൻ സന്തോഷവും അവർക്ക് കൈമാറാൻ വേണ്ടിയാണ് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി കൂടി എത്തിയിരിക്കുന്നത്. നമുക്ക് ഇവരുടെ ഒക്കെ പേരൊന്ന് ചോദിച്ചു പോയാലോ? നിങ്ങളുടെ പേര് പറയൂ. അഞ്ചൽ, സാധിക, അശ്വിനി, ശിവപ്രിയ, ഋഷിക, വൈക. മധു. ഇനി ഇവരെ ഇവിടേക്ക് എത്തിച്ചത് ആരാ? വേറെ ആരും
വിദ്യാഭ്യാസ മന്ത്രിയാണ് ഇവരെ ഈ കലോത്സവ വേദിയിലേക്ക് ഇവരെ സ്വാഗതം ചെയ്യുകയും ഈ അതിജീവന ചുവടുകൾ അത് കേരളം ഒന്നടങ്കം കാണണം ഇവരും ചുവടുവയ്ക്കണം തീരുമാനിച്ച് മിനിസ്റ്റർ ആദ്യം മിനിസ്റ്ററിനോട് നന്ദി നമ്മൾ അങ്ങോട്ട് പറയാം. അവിടെ ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഞാൻ ആ സ്കൂളിൽ പോയിരുന്നു. അവിടെ പുതിയ സ്കൂൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഇങ്ങനെ ആരംഭിച്ചിട്ടുണ്ട്. ഒരു ടൗൺഷിപ്പ് മാതൃകയിലാണ്. അവരുടെ സ്കൂൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് തന്നെ സ്കൂൾ കെട്ടണമെന്നുള്ള ഒരു ആലോചനയാണ് ഞങ്ങൾക്കുള്ളത്. അതിൻ്റെ വിശദാംശങ്ങൾ ഇപ്പം പറയാറായിട്ടില്ല. ഹാപ്പി സ്റ്റാർ ഓഫ് ദി ഡേ നമ്മൾ ഇവർക്ക് കൊടുത്ത് തുടങ്ങുമ്പോൾ മിനിസ്റ്ററിന് എന്താ പറയാനുള്ളത്? ഏറ്റവും നല്ല തീരുമാനമാണ് മാതൃഭൂമി എടുത്തിട്ടുള്ളതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ സന്തോഷത്തിൽ അങ്ങ് കൂടി വന്നതിനുള്ള സന്തോഷം ഞങ്ങൾ അറിയിക്കുന്നു. മാതൃകാപരമായ തീരുമാനം എന്ന് മാത്രമല്ല, സമൂഹത്തിൽ ഇതേപോലുള്ള കുട്ടികളോടും മനുഷ്യരോടുമുള്ള നമ്മുടെ സഹാനുഭൂതി നമ്മൾ ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്ന ഒരു തീരുമാനം കൂടിയാണ് നിങ്ങൾ എടുത്തത്. സ്നേഹമാണ് അല്ലേ, നമ്മുടെ സ്നേഹമാണ്, കേരളത്തിന് മുഴുവൻ സ്നേഹമാണ്. അപ്പോൾ നമുക്ക് ആ സമ്മാനം അവർക്ക് കൊടുക്കാനുള്ള ഇതിലേക്ക് കടക്കാം. ഹാപ്പി സ്റ്റാർ ഓഫ് ദി ഡേയുടെ 5000 രൂപയുടെ സമ്മാനമാണ്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് വെള്ളാർമല സ്കൂളിലെ കുട്ടികൾക്ക് ഹാപ്പി സ്റ്റാർ ഓഫ് ദി ഡേ മാതൃഭൂമി ന്യൂസിന്റെ ഹാപ്പി സ്റ്റാർ ഓഫ് ദി ഡേ പുരസ്കാരം കൈമാറുന്നത്. ഇത് അവരത് ഏറ്റുവാങ്ങുകയാണ്. ഇതിലൊരു സന്തോഷമുള്ള ഒരു നിമിഷം വേറെ എന്തുണ്ട്? ഏറ്റവും ഹർഷാരവത്തോടു കൂടി കേരളം ഇത് കാണുന്നുണ്ട്, ഇവരുടെ ചിരി കാണുന്നുണ്ട്, ഇവരുടെ സന്തോഷം കാണുന്നുണ്ട്. ആ ചിരിക്ക് ഞങ്ങൾ എല്ലാവരും എന്നും കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പ് കൂടി നൽകുകയാണ് സംസ്ഥാനമാകെ. കേട്ടോ, നമ്മുടെ എല്ലാവരുടെയും സ്നേഹം, സന്തോഷം. തുറന്ന ദിവസം ഞാൻ വന്നിരുന്നല്ലോ. ഓർമ്മയുണ്ടോ? അന്ന് ഞാൻ പോയിരുന്ന അവിടെ പിന്നെ മറ്റെല്ലാ സ്കൂളും തുറന്ന ദിവസം ഈ സ്കൂൾ തുറന്നില്ലല്ലോ. അതുകൊണ്ട് പ്രവേശനോത്സവം പ്രത്യേകിച്ച് അവിടെ നടത്തിയിരുന്നു. അന്ന് ഞാൻ അവിടെ പോയിരുന്നു. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അദ്ദേഹത്തോട് ചോദിക്കാനുണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടോ, ചോദിക്കാനുണ്ടോ? ഇപ്പൊ പറയാമേ. എനിക്കൊരു ഇഷ്ടമുള്ളത് വിളിച്ചോളൂ. അതെ, പറയൂ. എന്നാ അപ്പ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് വഞ്ചിപ്പാട്ടിന് കുറച്ച് തോന കുട്ടികളുണ്ട്. അവർക്ക് ഇതുപോലൊരു ആഗ്രഹം ഉണ്ട്, ഇവിടെ വരണം, പരിപാടി അവതരിപ്പിക്കണം എന്ന്. പക്ഷെ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഒരു ചാൻസ് അവർക്കും കൂടെ കൊടുക്കാൻ പറ്റും. യുവജനോത്സവത്തിന് ആലോചിക്കാം കേട്ടോ. ഞങ്ങളുടെ സ്കൂളിന്റെ കാര്യം ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ സ്കൂള് ഞങ്ങൾക്ക് പഴയതുപോലെ ഞങ്ങളുടെ വെള്ളാർമല സ്കൂള് പഴയതിനേക്കാൾ മെച്ചപ്പെട്ട നിലയിൽ പിന്നെ വെള്ളാർ സ്കൂള് പിന്നെ അവിടെ നിർമ്മിക്കും. അവിടെ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കും. നിങ്ങളെ ഒരു പുതിയ നഗരം തന്നെ അവിടെ നിർമ്മിക്കുന്നത് സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് മുഖ്യമന്ത്രി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഒന്നുകൊണ്ടും ബേജാറാവേണ്ട, ഗവൺമെൻറ് നിങ്ങളോടൊപ്പം ഉണ്ട്. കുഞ്ഞുങ്ങൾക്ക് നേരിട്ട് കൊടുക്കുന്ന ഉറപ്പാണ്. അതിന്റെ സന്തോഷം കൂടി നമ്മൾ പങ്കുവെക്കുകയാണ്. ഹാപ്പി സ്റ്റാർ ഓഫ് ദി ഡേ വെള്ളാർമലയിലെ മിടുക്കി കുട്ടികൾക്ക് ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ അദ്ദേഹം കൈമാറിയിരിക്കുന്ന സ്നേഹത്തിൽ നമ്മളും പങ്കാളികളാണ്. ഇന്ന് എനിക്ക് ഇവരോട് നേരിട്ട് പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ കാത്തിരുന്ന ഇവരുടെ നൃത്തം കാണാൻ വേണ്ടിയിട്ടാണ്. കണ്ടിരുന്നു, കണ്ടപ്പോൾ കണ്ണ് നിറഞ്ഞിരുന്നു, ഒരുപാട് ഇഷ്ടപ്പെട്ടു. HMന്റെ ഒരു കത്ത് കിട്ടിയായിരുന്നു. അപ്പം തന്നെ ഞാനൊരു ഉത്തരവ് കൊടുത്തായിരുന്നു. പിന്നെ ഈ ഫെസ്റ്റിവലിൽ ഉദ്ഘാടന ചടങ്ങിൽ അവരുടെ പ്രോഗ്രാം കൂടി അവതരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഉത്തരവ് വിദ്യാഭ്യാസ ഡയറക്ടർ നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവരെ വിളിച്ചുകൂടെ കൊണ്ടുപോകുന്നത്. വലിയ കാഴ്ചപ്പാടാണ് ഇത്, നമ്മൾ ഓർത്തിരിക്കും അല്ലേ. പിന്തുടരേണ്ടുന്ന ഒരു മാതൃക കൂടി കേരളം. ഈ അതിജീവനത്തിൽ നമ്മൾ ഒരുപാട് മാതൃകയാണ്. അങ്ങനെ ഒരു അതിജീവനത്തിന്റെ മാതൃകയിൽ മറ്റൊരു ഏട് കൂടി ആവുകയാണ് ഇത്. എന്തായാലും വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ടേ, പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കുടമുണ്ടേ. വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ടേ, പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കുടമുണ്ടേ. വെള്ളരിമലയുടെ താഴ്വാരത്തുള്ള വിദ്യാലയം അങ്ങനെ തന്നെയുണ്ട് മാധു. അവിടുത്തെ ആ വിദ്യാലയവും അതിജീവിക്കുകയാണല്ലേ. നമ്മുടെ നാട് സ്കൂളിൽ ഇരുന്ന ഇടത്ത് തന്നെ പുതിയ സ്കൂൾ നിർമ്മിച്ചു കൊടുക്കുമെന്ന് അവരുടെ വിദ്യാഭ്യാസ മന്ത്രി അവർക്ക് ഉറപ്പ് നൽകിയിരിക്കുന്ന സന്തോഷം കൂടി പങ്കുവെക്കുന്നു. അപ്പം അടിപൊളിയാവട്ടെ മക്കളെ, കേട്ടോ. ഇത്രയും സന്തോഷമുള്ള ഹാപ്പി സ്റ്റാർ ഓഫ് ദി ഡേ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് മാതൃഭൂമി ന്യൂസ്. അത് പങ്കുവെക്കാൻ കഴിഞ്ഞതിൽ നമുക്കും ഒരുപാട് സന്തോഷം.